കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമായി അവരിപ്പോഴും പായിക്കാട്ട് നിന്നുമുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ എങ്ങനെയായിരിക്കും മുന്നോട്ടു പോവുക? കേസ് അന്വേഷണത്തിൻ്റെ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഈ സമയമത്രയും കൊലയാളി വെറുതെ ഇരിക്കുമോ? ഇല്ലല്ലോ. എല്ലാ ഭാഗവും മുഴുവനായി നിങ്ങൾ വായിക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പോകാം. നിങ്ങളും കൂടെ വരണേ. അവർ രണ്ടുപേരും കൊലപാതകം നടന്ന വീട്ടിൽ തിരിച്ചെത്തി. അവിടെ അവരെ കാത്ത് മഹേന്ദ്രനും രഞ്ജിത്തും നിൽപ്പുണ്ടായിരുന്നു. എന്തോ കണ്ടുപിടിച്ച ഭാവത്തിലായിരുന്നു അവരുടെ നിൽപ്പ്. എന്തായിരിക്കാം അവരുടെ ഇത്ര കാര്യമായ കണ്ടെത്തൽ എന്നതായിരുന്നു ജീവന് അപ്പോൾ തോന്നിയ സംശയം. എന്താണെങ്കിലും അവരോട് ചോദിച്ചാൽ അറിയാവുന്നതല്ലേ ഉള്ളൂ. ജീവൻ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ രഞ്ജിത്താണ് പറഞ്ഞു തുടങ്ങിയത്. കൊലയാളി വന്നതും പോയതും ഞങ്ങൾ പോയ വഴി തന്നെയാണെന്ന് വേണം കണക്കാക്കാൻ. അതിന് ഉപോത്ബലകമായ തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ വിശദമായി കാര്യങ്ങൾ വെളിപ്പെടുത്തി. അവർക്ക് ലഭിച്ച തെളിവ് വാസുവിൻ്റെ കാര്യത്തിൽ വനത്തിൽ നിന്ന് കിട്ടിയതുപോലെ തന്നെ കൈകളിൽ പറ്റിയ ചോര തുടച്ചു കളഞ്ഞ ഒരു കഷണം വെള്ളപ്പേപ്പറാണ്. അതിൽ യാതൊന്നും എഴുതുകയോ പ്രിൻ്റ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളതല്ല. അത് തിരിച്ചു മറിച്ച് നോക്കിയിട്ടും അതൊരു അടയാളം പോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ചിലപ്പോൾ അതിൽ നിന്നും വിരലടയാളം ലഭിച്ചേക്കാം. ആ പ്രതീക്ഷയിലാണ് രഞ്ജിത്ത് അതെടുത്തുകൊണ്ടുവന്നത്. അതിന് പുറമെ കൊലയാളിയുടെ വരവ് വനത്തിലൂടെയുള്ള റോഡിൽ കൂടിയായിരുന്നു എന്ന കാര്യവും അവർ സ്ഥിരീകരിച്ചു. കൊലയാളി വന്ന വാഹനം ഒരു ജീപ്പ് ആണെന്നുള്ളതും തീർച്ചയായി. അപ്പോൾ വാസുവിൻ്റെയും ഇപ്പോൾ ചെറിയാച്ചൻ്റെയും കൊലപാതകം നടത്തിയത് ഒരേ വ്യക്തി തന്നെയാണ്. ഇനി അതാരാണെന്ന് കണ്ടെത്തിയാൽ മതി. അതുപോലെ തന്നെ അവൻ്റെ മോട്ടീവ് എന്ത് എന്നും കണ്ടെത്തണം. പറയുമ്പോൾ വളരെ എളുപ്പമങ്ങ് കഴിഞ്ഞു. പക്ഷേ ഇത് രണ്ടും കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അല്ലെങ്കിലും കേസ് അന്വേഷണം അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. എളുപ്പമുള്ള കാര്യമായിരുന്നെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാൻ കഴിയുമായിരുന്നു. സാർ വിവരം തേടാൻ പോയിട്ട് എങ്ങനെയായി? അവർക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും മനസ്സറിവുള്ളതായി തോന്നിയോ? ജീവൻ തൻ്റെ കണ്ടെത്തലുകൾ പറഞ്ഞു. അതിനുശേഷം അടുത്ത നടപടിയെപ്പറ്റിയുള്ള സൂചനയും നൽകി. ഇനി നമുക്ക് അത്യാവശ്യമായി കാണേണ്ടത് ചെറിയാച്ചൻ മുതലാളിയുടെ ഡ്രൈവറെയാണ്. കൊലപാതകി ചെറിയാച്ചൻ്റെ സന്ദർശന വിവരം അറിഞ്ഞത് ചിലപ്പോൾ അയാളിൽ നിന്നാകാം. ഇനി ഇവിടെ നിന്ന് സമയം കളയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് അയാളെ കാണാൻ പോകാം. ചെറിയാച്ചൻ മുതലാളിയുടെ ഡ്രൈവർ ജലാലിനെ അവർ പോയി കണ്ടു. പക്ഷേ അയാളോട് സംസാരിച്ചിട്ട് അയാൾക്ക് കൃത്യമായി ചെറിയാച്ചൻ പോകുന്നത് അറിയാൻ പാടില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുതലാളി അങ്ങനെ ഒരു പ്രത്യേക രീതിക്കാരനായിരുന്നു. എവിടെയെങ്കിലും യാത്രയുണ്ടെങ്കിൽ രാവിലെ വിളിച്ച് ഇത്ര മാത്രം പറയും: ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, നീ എത്രയും വേഗം ഇവിടെ വരണം എന്ന്. അപ്പോൾ പിന്നെ നിങ്ങളോട് ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത് എപ്പോഴാണ്? കൃത്യമായ ബോധ്യത്തോടെ ആയിരിക്കുമല്ലോ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്നത്. പോകാനുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടിയിൽ കയറി ഇരിക്കുന്നത് വരെ എനിക്ക് പ്രത്യേകം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കയറി ഇരുന്ന് കഴിഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടത് എന്ന് പ്രത്യേകം പറയുകയും ചെയ്യും. അപ്പോൾ ഇന്നലെ രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ചെറിയാച്ചൻ മുതലാളി നിങ്ങളോട് പോകുന്ന സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ആ കാര്യം ആരെയാണ് വിളിച്ചു പറഞ്ഞത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതെന്തൊരു ചോദ്യമാ സാറേ? മുതലാളി തന്നെ വണ്ടിയിലിരിക്കുന്ന സമയത്ത് എനിക്ക് ആരോടെങ്കിലും ഈ കാര്യം വിളിച്ചു പറയാൻ കഴിയുമോ? അല്ലെങ്കിലും ഞാൻ പൊതുവെ മുതലാളിയുടെ കൂടെ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാറേയില്ല. എന്നെ ആരും വിളിക്കാറുമില്ല. ഞാൻ വിവരം ആരെയും അറിയിക്കാറുമില്ല.
അത് അവൻ്റെ ഫോൺ ഡീറ്റെയിൽസ് നോക്കിയാൽ അറിയാവുന്നതേയുള്ളൂ. പോരെങ്കിൽ ഇന്നലെ ആരെയെങ്കിലും വിളിച്ചിരുന്നോ എന്നും അതൊക്കെ ആരാണെന്നും കണ്ടുപിടിക്കാനുള്ള വഴികളുണ്ട്. അത് അറിയാവുന്നവനാണ് ആ ഡ്രൈവറും. അതുകൊണ്ട് അക്കാര്യത്തിൽ ജലാൽ നുണ പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രവുമല്ല, വളരെ സൂക്ഷ്മമായി അയാളുടെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ടാണ് സംഘം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ നിന്നും അയാൾ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായി അവർക്ക് മനസ്സിലാകും. പിന്നെ ഒളിക്കുന്ന കാര്യം പുറത്തു കൊണ്ടുവരുന്നതുവരെ അവരുടെ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. സാധാരണ രീതിയിൽ മാറ്റം വരുത്തിയും അവർ ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വരും. പക്ഷേ ഈ പ്രാവശ്യം ഡ്രൈവർ ജലാൽ പറയുന്നത് സത്യമാണെന്ന് തന്നെയാണ് ജീവനും സംഘത്തിനും തോന്നിയത്. കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് ഇപ്പോൾ ഫലമില്ല എന്ന് തോന്നിയതുകൊണ്ട് പിന്നീട് ഒരു സമയത്ത് വിളിപ്പിക്കുമ്പോൾ വന്നേക്കണം എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും ഇറങ്ങി. ചാത്തൻ പറമ്പിൽക്കാരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് യുക്തിവാദിയായ പുരുഷോത്തമനെ കാണാൻ പുറപ്പെടുന്ന സമയത്താണല്ലോ ചെറിയാച്ചൻ്റെ കൊലപാതകം സംബന്ധിക്കുന്ന വിവരം അറിയിച്ചുകൊണ്ട് ഫോൺ വന്നത്. അതുകൊണ്ട് പുരുഷോത്തമനെ കാണൽ തൽക്കാലത്തേക്ക് മാറ്റി വച്ചിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യം ഏകദേശം ഒരു രൂപത്തിലെത്തിയതുകൊണ്ട് പുരുഷോത്തമൻ്റെ അടുത്തേക്ക് തന്നെ പോകാം എന്ന് തീരുമാനമായി. അവരെല്ലാവരും കൂടി ചന്തമുക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള പായിക്കാട്ട് കവലയ്ക്ക് അടുത്തുള്ള പുരുഷോത്തമൻ്റെ കടയിലേക്ക് പോയി. അവർ ചെല്ലുമ്പോൾ പുരുഷോത്തമൻ കടയിലുണ്ടായിരുന്നു. കടയിൽ കാര്യമായ തിരക്കുകളും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചോദിച്ചറിയണമെങ്കിൽ ഇരു ചെവി അറിയാതെ സാധിക്കാം. അതുകൊണ്ട് അയാളോട് സംസാരിക്കാൻ പറ്റിയ സമയമാണ്. അല്ലെങ്കിൽ പിന്നെ അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് വേണ്ടി വരും സംസാരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിലും വിരോധമുണ്ടായിട്ടല്ല. എന്നാലും അതില്ലാതിരിക്കുന്നതാണ് ജീവൻ്റെ അന്വേഷണ രീതി പ്രകാരം കൂടുതൽ അഭികാമ്യം. പരമാവധി ആരെയും കാര്യമില്ലാതെ ബുദ്ധിമുട്ടിക്കരുത്. പറഞ്ഞു പരിചയപ്പെടുത്തിയതിന് ശേഷം വന്ന കാര്യം മൊത്തമായി പറഞ്ഞതിന് ശേഷം ജീവൻ ജോസ് കാര്യത്തിലേക്ക് കടന്നു. പുരുഷോത്തമന് നേരത്തെ യുക്തിവാദവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ശരി തന്നെയാണല്ലോ? അതെ സാർ. അളന്നു മുറിച്ചതുപോലെ കൃത്യമായ ഉത്തരം. മുഖഭാവമാണെങ്കിലും നിഷ്കളങ്കമാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അയാളിൽ ഒരു കള്ളത്തരവും ഉണ്ടെന്ന് തോന്നുകയുമില്ല. യുക്തിവാദ പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പലർക്കും അവരുടെ ചിന്താഗതികൾക്ക് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് എതിർപ്പും വിരോധവും ഉണ്ടാവുക സാധാരണമാണ്. അങ്ങനെ പലരെപ്പറ്റിയും താൻ കേട്ടിട്ടുണ്ട്. അത്തരം എന്തെങ്കിലും വിരോധം തോന്നേണ്ട സാഹചര്യം പുരുഷോത്തമന് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെയും അത്തരം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എന്നെപ്പോലെ തന്നെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവർക്കും അവകാശമുണ്ടല്ലോ എന്നായിരുന്നു എൻ്റെ ചിന്താഗതി. അതുകൊണ്ട് എനിക്ക് ആരോടും വിരോധം തോന്നിയിട്ടില്ല. ആ പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല എന്ന് അവർക്ക് വ്യക്തമായി. അതുകൊണ്ട് ആ പറഞ്ഞതിൻ്റെ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് രഞ്ജിത്ത് അടുത്ത ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് അവർ നടത്തുന്ന ചാത്തൻ സേവയോടും അവരോട് തന്നെയും വിരോധമുണ്ടായിരുന്നു എന്ന മൊഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അവസാന ഭാഗത്ത് വെറുതെ ഒരു ചൂണ്ടയിട്ട് നോക്കിയതാണ്. അതിൽ പൂർണ്ണമായും പുരുഷോത്തമൻ കൊത്തി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും കുറച്ചു ഭാഗം ശരിയാവുകയും ചെയ്തു. അവർ നടത്തുന്ന ചാത്തൻ സേവയോട് അന്നും ഇന്നും എനിക്ക് എതിർപ്പ് തന്നെയാണ്. അത് വെറുതെ ജനങ്ങളെ വഴിപിഴപ്പിക്കാനുള്ള ഒരു മാർഗം എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിൽ അവർ പറയുന്ന വിജയസാധ്യതകളൊന്നും യഥാർത്ഥത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അല്ലാതെ എനിക്ക് അവരോട് വ്യക്തിപരമായ ഒരു എതിർപ്പുമില്ല. അവരുമായി നിങ്ങൾ പരിചയപ്പെടുന്നതും
തുടർന്നുള്ളതുമായ സംഭവങ്ങൾ ക്രമമായി ഒന്ന് പറയൂ. അതിൽ കൂടുതലായി ഒന്നും കൂട്ടിച്ചേർക്കരുത്. ഒന്നും കുറയ്ക്കുകയും ചെയ്യരുത്. എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഞങ്ങൾ കണ്ടുപിടിക്കും എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് ആ പണിക്ക് നിൽക്കരുത്. കടയിൽ നിന്ന് എല്ലാവർക്കും ഓരോ നാരങ്ങാവെള്ളം കൊടുത്തതിന് ശേഷം പുരുഷോത്തമനും ഒന്ന് കുടിച്ചു. അതിനുശേഷം അയാൾ പറഞ്ഞു തുടങ്ങി. താൻ ആദ്യമായി പരിചയപ്പെട്ടത് ശങ്കരേട്ടനെ തന്നെയാണ്. എന്നേക്കാൾ പ്രായം കുറേ കൂടുതലുള്ള ആളായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് അന്നു മുതലേ വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പിതാവ് മരിച്ചുപോയതാണ്. എൻ്റെ പിതാവിൻ്റെ അത്രയും പ്രായമുണ്ടാകും ശങ്കരേട്ടനും. അവർക്ക് ചാത്തൻ സേവയോ മറ്റോ ഉള്ളതായി ഒന്നും അന്നേരം എനിക്കറിയില്ലായിരുന്നു. നാട്ടിൽ വന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ശങ്കരേട്ടനെ പരിചയപ്പെട്ടത്. ഞാൻ വാങ്ങിയ സ്ഥലവും അവരുടെ സ്ഥലവും തമ്മിൽ ഒരു അതിർത്തിയാണ്. അതിർത്തിയിൽ ഒരു വേലി കെട്ടുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായി അവിടെ പോയത്. അതിനുവേണ്ടി പ്രത്യേകം അവർ വന്ന് അടയാളം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിർത്തി അറിയാമല്ലോ. അത് തീർത്ത് വേലി കെട്ടിക്കൊള്ളാനാണ് ശങ്കരേട്ടൻ പറഞ്ഞത്. കുടിക്കാൻ വെള്ളവുമായി വന്നതാണ് ശങ്കരേട്ടൻ്റെ ഭാര്യ ദേവകി. വിശദമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ രണ്ടുപേർക്കും സുഖമാണെന്ന് പറഞ്ഞു. ആൺമക്കളൊക്കെ പറമ്പിൽ ജോലി ചെയ്യുന്നിടത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ശങ്കരേട്ടനും ഏടത്തിയും പറമ്പിൽ പണിക്കൊന്നും ഇറങ്ങാറില്ല എന്നാണ് പറഞ്ഞത്. വേലി കെട്ടി തീർന്നാലും വല്ലപ്പോഴുമൊക്കെ അങ്ങോട്ട് ചെല്ലണമെന്നും സമയമുള്ളപ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കണം എന്നും പറഞ്ഞിട്ടാണ് ശങ്കരേട്ടനും ദേവകി ചേച്ചിയും എന്നെ അവിടെ നിന്നും യാത്രയാക്കിയത്. അതിനുശേഷം പോയപ്പോഴാണ് മക്കളെ 3 പേരെയും പരിചയപ്പെട്ടത്. അവരിൽ മൂത്തവനൊഴികെ 2 പേരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണ്. മൂത്ത മകൻ രാജീവ് വിവാഹിതനായിട്ടില്ല. ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അധികം താമസിയാതെ നടന്നേക്കും എന്നും പറഞ്ഞു. കഠിനാധ്വാനിയാണ്. പറമ്പിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് രാജീവനും സജീവനും കൂടിയാണ്. സജീവനാണ് 2ാമത്തെ മകൻ. സജീവൻ്റെയും ഇളയതാണ് അവർക്കുണ്ടായിരുന്ന ഏക മകൾ രാധിക. രാധികയെ കണ്ടാൽ ആരും ഒന്നുകൂടി നോക്കിപ്പോകും. അത്രയ്ക്കും സുന്ദരിയായിരുന്നു അവൾ. നല്ല സ്വരവും സംസാരവും, മെലിഞ്ഞ പ്രകൃതവും, നീണ്ടു ചുരുണ്ട മുടിയും. തനിക്കും രാധികയെ ആദ്യ ദർശനത്തിൽ തന്നെ ഇഷ്ടമായി. പക്ഷേ അവൾക്ക് അങ്ങനെയുള്ള തോന്നലുകളൊന്നും ഉണ്ടായതായി തോന്നിയില്ല. രാജീവനോടൊക്കെ സംസാരിക്കുന്ന രീതിയിൽ എന്നോടും സംസാരിച്ചു, അത്രമാത്രം. ഞങ്ങൾ തമ്മിൽ അടുത്തടുത്ത പറമ്പുകളാണെങ്കിലും അവർക്ക് സ്ഥലം കുറേ കൂടുതലുള്ളതുകൊണ്ട് വീടുകൾ തമ്മിൽ കുറേ അകലമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും പ്രത്യേകം ആവശ്യങ്ങളൊന്നുമില്ലെങ്കിലും ഞാൻ ആ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. ശങ്കരേട്ടനോടും മക്കളോടും സംസാരിച്ചിരിക്കാറും ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ചെന്നപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി എങ്ങോട്ടായിരിക്കും പോയത് എന്നാലോചിച്ചു. അല്പസമയം അങ്ങനെ നിന്നതിന് ശേഷം താൻ അന്ന് തിരിച്ചു പോന്നു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടാകുമല്ലോ, ഒരു വീടല്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് താൻ തിരികെ പോരുകയാണ് അന്ന് ചെയ്തത്. എന്നാലും അവർ എവിടെ പോയി കാണും? അതും എല്ലാവരും കൂടെ. നിങ്ങൾക്കും സംശയം തോന്നുന്നില്ലേ അവരെവിടെ ആയിരിക്കും പോയതെന്ന്? നമുക്ക് അടുത്ത ഭാഗത്തിൽ വിവരമറിയാം. വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തോന്നുന്ന അഭിപ്രായങ്ങളും കാണുന്ന കുറവുകളും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. കുറച്ചായാലും മതി. കൂട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ തന്നെ വലിയ ഉപകാരം. നാളെ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓക്കേ.